ഏറ്റുമാനൂർ പട്ടിത്താനം പൊയ്കപ്പുറം കോളനിയിലെ കാടംകുഴി വീട്ടിൽ താമസിക്കുന്ന 80 വയസ്സുള്ള പത്മാക്ഷിയും 38 വയസ്സുള്ള മകൾ അമ്പിളിയും നിത്യജീവിതത്തിനായി നടത്തുന്ന പോരാട്ടം ഏവരെയും കണ്ണീരിലാഴ്ത്തുന്നു. 5 സെന്റ് സ്ഥലത്തെ കൊച്ചുവീട്ടിൽ നിന്ന് ദിവസവും രാവിലെ തുടങ്ങുന്നതാണ് ഇവരുടെ യാത്ര. 1.5 കിലോമീറ്റർ ദൂരം കാൽനടയായി താണ്ടി രാവിലെ 9:30 അമ്പിളിയെ പട്ടിത്താനം സാന്റ് സ്പെഷ്യൽ സ്കൂളിലെത്തിക്കുന്നതാണ് പത്മാക്ഷിയുടെ ദിനചര്യ. മകളെ സ്കൂളിൽ വിട്ടശേഷം മരച്ചുവട്ടിൽ അല്പനേരം വിശ്രമിക്കും. ആരോഗ്യപ്രശ്നങ്ങൾ കാരണം അനുഭവപ്പെടുന്ന ക്ഷീണം മാറിയാൽ തിരക്കേറിയ ബൈപ്പാസ് റോഡരികിലൂടെ വീണ്ടും 1 കിലോമീറ്ററോളം നടന്ന് ഇവർ ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെത്തുന്നു. ക്ഷേത്രത്തിൽ ലഭിക്കുന്ന അന്നദാനമാണ് ഇവരുടെ പ്രധാന ആശ്രയം. ഉച്ചകഴിഞ്ഞു 3 മണിയോടെ മകളെയും കൂട്ടി തിരികെ വീട്ടിലേക്കുള്ള നടത്തം തുടങ്ങും. 10 വർഷം മുൻപ് വരെ കഠിനാധ്വാനം ചെയ്താണ് പത്മാക്ഷി ജീവിച്ചിരുന്നത്. 5 വർഷം മുൻപ് ഭർത്താവ് മരിച്ചതോടെ ഇരുവരും ഒറ്റയ്ക്കായി. ജന്മനാ ബൗദ്ധിക വെല്ലുവിളി നേരിടുന്ന അമ്പിളിയുടെ പോഷണത്തിന് പോലും ഈ അമ്മ കഷ്ടപ്പെടുന്നു. ക്ഷേമപെൻഷനും നാട്ടുകാരുടെ സഹായവും മാത്രമാണ് ഇവരുടെ ഏക വരുമാനം. വയോധികയായ തനിക്ക് ഇനി എത്രകാലം ഈ നടത്തം തുടരാൻ കഴിയുമെന്ന ആശങ്ക പത്മാക്ഷി പങ്കുവെക്കുന്നു. ഇത്തരം വാർത്തകൾ വേഗത്തിൽ അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.